ഇത്തരത്തിലൊരു വലിയ കാര്യം 2027 മെയ് മാസം നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ യാഗം അപൂർവമായി നടന്നിട്ടേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാര്യം ഏറ്റവും അധികം എളുപ്പത്തിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അതാണ് ആദ്യമായി പത്രസുഹൃത്തുക്കളോട് പറയാനുള്ളത്. 2027 മെയ് മാസം 1 മുതൽ 7 വരെ താനൂര് അഗ്നിഷ്ടോമ സോമയാഗമാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി ഈ വരുന്ന 23-ാം തീയതി, ഈ മാസം 23-ന് ഞായറാഴ്ച, നമ്മളൊരു ദേശ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ മഠത്തിൽ നിന്നും, അമൃതാനന്ദമയി മഠത്തിൽ നിന്നും ആരംഭിച്ച് നമ്മൾ ശോഭപറമ്പ് ക്ഷേത്ര അങ്കണത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കൂടുതൽ ഈ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അമ്മമാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. അതിന് സമാപനം എന്നുള്ള നിലയ്ക്ക് 1008 പേരുടെ ലളിത സഹസ്രനാമ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഈ പരിപാടി, ഇതിന് മുഖ്യ രക്ഷാധികാരി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ്. അദ്ദേഹത്തെ ഈ മാഘമഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ഭക്തർക്ക് ഏറെ പ്രിയങ്കരനാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് യജ്ഞങ്ങൾ. ശരിക്കു പറയുകയാണെങ്കിൽ 3 വിഭാഗങ്ങളിലായിട്ട് വലിയ 21ഓളം യജ്ഞങ്ങളുണ്ട്. അതിൽ ഒരു യജ്ഞമാണ് താനൂര് നടക്കാൻ പോകുന്നത്, അഗ്നിഷ്ടോമ സോമയാഗം. അഗ്നിഷ്ടോമ സോമയാഗം ഇതിനു മുമ്പ് എപ്പോഴാണ് കേരളത്തിൽ നടന്നെന്നുള്ളത് അറിയില്ല. കാരണം ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് നടന്നിട്ടുണ്ടാകാം. ഇവിടെ നമ്മുടെ അറിവിൽ അടുത്ത കാലത്തൊന്നും നടന്നതായിട്ട് അറിയില്ല. വേദങ്ങളിൽ ഉള്ള അറിവുകൾ സാധാരണക്കാരിൽ എത്തിക്കുക എന്ന വലിയൊരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് താനൂരിൽ പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് വൈദിക വിചാര സമിതി. ഈ വൈദിക വിചാര സമിതി വേദഭാരതി പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരം എല്ലാ വർഷവും നൽകാറുണ്ട്. അതായത് വേദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് വേദഭാരതി പുരസ്കാരം. ഇത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രഗത്ഭരായ പലർക്കും ഈ അവാർഡ് താനൂര് വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ വേദങ്ങളിലെ അറിവിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ വേദങ്ങളിലെ അറിവുകളെ എങ്ങനെയാണ് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുക. കാരണം ഒരു തിയറി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ തിയറി പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയണം. അങ്ങനെ വേദങ്ങളുടെ അറിവുകളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങളിലൂടെ നിരവധി ഗുണങ്ങളാണ് ലഭിക്കുക. പലതരത്തിലുള്ള യജ്ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 21 ടൈപ്പ് പ്രധാന യജ്ഞങ്ങൾ ഉണ്ട്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം യജ്ഞങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. രാജാക്കന്മാർ നടത്തിയിരുന്ന അശ്വമേധവും അതേപോലെ തന്നെ ഉള്ള വലിയ വലിയ യാഗങ്ങളെക്കുറിച്ച്, ഒരുപക്ഷെ യജ്ഞങ്ങളെക്കുറിച്ചും നമുക്കെല്ലാം പരിചിതമാണ്. ഇത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു യജ്ഞമാണ് സോമയാഗം എന്ന് പറയുന്നത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു യജ്ഞം. അതാണ് ഈ യജ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല. മറ്റെല്ലാ യജ്ഞങ്ങളും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെയാണ് നടത്തിയിരുന്നത്. ഒരു രാജാവ് തൻ്റെ അധികാരപരിധി
വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്ന യജ്ഞങ്ങൾ നമുക്ക് രാജസൂയം പോലുള്ള യജ്ഞങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയുന്ന അശ്വമേധം, രാജസൂയം. വ്യക്തികൾ ചെയ്യുന്ന യജ്ഞങ്ങളുണ്ട്, വ്യക്തികളുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു യജ്ഞമാണ് വാജ്പേയം എന്ന് പറയുന്ന യജ്ഞം. അപ്പോൾ ഇത്തരം വ്യക്തിപരമായ യജ്ഞങ്ങളുണ്ട്. പക്ഷേ ഇത് സമൂഹ നന്മയ്ക്ക്, അതായത് പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയും പ്രകൃതിയിലെ വിഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടിയും അതിന് പല സിസ്റ്റം വർക്ക് ചെയ്യണം. ആവശ്യമായ രീതിയിൽ മഴ ലഭിക്കണം, ആവശ്യമായ രീതിയിലുള്ള വെളിച്ചമുണ്ടാകണം, ശുദ്ധമായ വായു ലഭിക്കണം. ഇങ്ങനെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു യജ്ഞമാണ് സോമയാഗം. ഇതാണ് 2027 മെയ് മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ താനൂർ പ്രശോഭപുരം, പഴയ പേരതാണ് താനൂരിലെ പ്രശോഭപുരം, ആ താനൂരിലെ ശോഭപറമ്പ് അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അതിന് എല്ലാ ജനങ്ങളെയും, എല്ലാവരെയും തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ മുന്നോടിയായി ഇത് ജനങ്ങളിലേക്ക് ഈ ഒരു അറിവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത ഞായറാഴ്ച, അതായത് 26 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ഒരു ദേശവിളംബര യാത്ര നടത്തുന്നു. ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദേശവിളംബര യാത്ര നടത്തുന്നത്. അതിനാണ് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദ ഭാരതി ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അന്നേ ദിവസം നേരത്തെ പറഞ്ഞു 1008 ആളുകളുടെ ലളിതാ സഹസ്രനാമം ആലപിക്കുന്നുണ്ട് അവിടെ. അതൊരു വലിയ ചടങ്ങാണ്. ഇത് കൂടാതെ തന്നെ ഈ ഒരു യജ്ഞത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖരായ പലരും പങ്കെടുക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാണ് വെട്ടത്ത് രാജകുടുംബാംഗം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളത് വെട്ടത്ത് നാടിനോട് ഭാഗമായിട്ടുള്ളതാണ്. ആ വെട്ടത്ത് രാജകുടുംബാംഗം ഇന്നത്തെ ഏറ്റവും പ്രായമുള്ള അനീഴം തിരുനാൾ അമ്പാലിക തമ്പുരാട്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഏതാണ്ട് 94-95 വയസ്സുണ്ട് കേട്ടോ. അവരത്രയും താല്പര്യത്തോടുകൂടി ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ് ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ വെച്ച്. ഈ ഒരു സോമയാഗത്തിനുള്ള ആദ്യ സംഭാവന സമർപ്പിക്കുന്നത് പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ശൈലേഷ് സി നായരാണ്. ഇതും അതിൻ്റെ കൂടെ നടക്കുന്ന മറ്റൊരു പരിപാടിയാണ്. അജിത് മാഷ പറഞ്ഞു, അതിൽ കൂടുതലായിട്ട് വലിയ വിവരങ്ങളൊന്നും പറയാനില്ല. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന എന്താ വെച്ചാൽ, നമുക്ക് 27 മെയ്യുടെ മുന്നേ വീണ്ടും ഒരുപാട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് നടക്കാനുണ്ട് താനൂരിൽ. ഇതിൻ്റെ ഒരു പ്രചരണാർത്ഥവും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അതിനൊക്കെ തന്നെ പ്രസ് ക്ലബിൻ്റെ പൂർണ്ണമായൊരു സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ വെട്ടത്ത് നാട് എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. വെട്ടം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണല്ലോ. അങ്ങനെ വെളിച്ചം പടരുന്ന ഒരു നാട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു നാടാണ് വെട്ടത്ത് നാട്. ഒരുപക്ഷെ പൈതഗോറസിന് മുന്നേ തന്നെ പൈൻ്റെ വിലയൊക്കെ കണ്ടെത്തിയ ആൾക്കാർ ഒക്കെ വെട്ടത്ത് നാട്ടിലുള്ള കുറേ പേരുണ്ട്. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ഗണിതശാസ്ത്രത്തിലെ അധികായന്മാർ എന്നൊരു പുസ്തകത്തിൽ വെട്ടത്ത് നാടിനെ പറ്റിയിട്ട് ഒരു പ്രത്യേക അധ്യായം തന്നെ ഉണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും നമ്മളെ വെട്ടത്ത് നാട് എത്രത്തോളം ജ്യോതിശാസ്ത്രത്തിൽ പുരോഗമതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചമൊക്കെ വീണ്ടും നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന വിചാരത്തോടു കൂടിയാണ് ഈ യജ്ഞം നടക്കുന്നത്. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.